നിങ്ങൾ കമന്റ് കണ്ട് ഞാൻ നെട്ടി. ഫേസ്ബുക്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വർക്കിന്റെ സമയത്ത് നിങ്ങൾക്ക് മാറ്റിയാൽ കൊള്ളാം എന്ന് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ. അതിന്റെ അടിയിൽ വന്ന കമന്റ് എന്നെ വളരെ നെട്ടിച്ചു. ഒരുപാട് കണ്ണ് തുറപ്പിക്കുന്ന കാര്യങ്ങൾ അതിലുണ്ടായിരുന്നു. ഈ കമന്റുകൾ നിങ്ങളും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിവിടെ വായിക്കാം കമന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്. നിങ്ങളും തീർച്ചയായിട്ടും നെട്ടും. അപ്പൊ കമന്റുകൾ ഞാൻ ഓരോന്നോരോന്ന് വായിക്കാം. ഒന്ന് വന്നിട്ടുള്ളത്, മുകളിലത്തെ നിലയിൽ നിന്നും സൺഷെയ്ഡ് പൊട്ടിച്ച് താഴേക്ക് പൈപ്പുകൾ ഇറക്കുന്ന പഴയ രീതി മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കമന്റ്. അതിൽ തന്നെ പറയുന്നത്, നേരത്തെ സ്ഥലം മനസ്സിലാക്കി ആവശ്യമുള്ള ഹോൾ ഇട്ട് വെക്കണം. നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണേൽ പോയി ചെക്ക് ചെയ്യാം. ഇതിന്റെ അടിയിൽ തന്നെ ഒരു കുറച്ചും കൂടി ആയിട്ട് നല്ലൊരു രസകരമായിട്ട് കമന്റ് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സിവിൽ എഞ്ചിനീയർമാർക്ക് സിവിൽ സംബന്ധമായ വർക്കിനെ കുറിച്ച് മാത്രമേ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കാറുള്ളൂ, അല്ല ചിന്തിക്കാറുള്ളൂ. മറ്റ് MEP വർക്കുകൾ വേണ്ടിയിട്ടുള്ള പൈപ്പിംഗ്, മറ്റിതര ജോലികൾക്ക് വേണ്ടി എവിടെയൊക്കെയാണ് എത്രത്തോളം സ്പേസ് ആവശ്യമുണ്ടെന്ന് ചിന്തിക്കുക പോലുമില്ല. എല്ലാം തയ്യാറാക്കിയതിനു ശേഷം ഈ വർക്കുകൾക്ക് ഒക്കെ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പ്ലാൻ കിട്ടിയിട്ടും പിന്നെ സൺഷെയ്ഡ് സ്ലാബ് ഒക്കെ കട്ട് ചെയ്യുന്നു, അല്ലാതെ മറ്റു വഴിയില്ല. ബാത്റൂമിനോട് സംബന്ധിച്ച് ഗൾഫിലൊക്കെ ഉള്ള പോലെ ചെറിയ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്താൽ, ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTS, അതേപോലെ തന്നെ അത് പുറത്ത് കാണാത്ത പോലത്തെ കൊണ്ടുപോകുന്നതിന് പറ്റിയാണ് ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഗൾഫിലൊക്കെ കാണുന്ന പോലെ ചെറിയ ഷാഫ്റ്റ് ഡിസൈൻ ചെയ്ത് സ്ലാബ് കട്ട് ചെയ്യാതെ ഷാഫ്റ്റ് വഴി പൈപ്പുകൾ, കേബിളും AC ഡക്റ്റ് എല്ലാം ഇടാൻ കഴിയും. അതായത് ഇദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ MEP ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റിയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഡക്റ്റുകൾ ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ പൈപ്പുകൾ പുറത്ത് കാണാതൊക്കെ ശ്രദ്ധിക്കുക. ഇത് നല്ല ഐസ് ഓപ്പണിംഗ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ ഒക്കെ ഭംഗി നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പൈപ്പൊക്കെ പുറത്ത് കാണുന്നത്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ആദ്യം തന്നെ ഡിസൈനിൽ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഒരു രസകരമായ ഒരു കമന്റ് വന്നു വെച്ചാൽ, പണ്ട് പൈപ്പ് വരുന്ന ഭാഗത്ത് വായയുടെ കഷ്ണം വെച്ച് വാർക്കുന്ന പരിപാടി, വാർക്ക സൈറ്റുകൾ വായ ചുരുങ്ങി ഹോളായി കിട്ടുകയും ചെയ്യും. അതൊക്കെ പഴയ രീതികളാണ്. അതൊക്കെ ഇപ്പോൾ പുതിയ പുതിയ ടെക്നോളജി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പോലും നമുക്കത് പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. അടുത്ത് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, തറപ്പണി തുടങ്ങുന്നതിന് മുന്നേ തന്നെ വാർക്കക്ക് മുന്നേ തന്നെ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ധാരണ ഉണ്ടാക്കണം. അതുപോലെ തന്നെ അവന്റെ സൈറ്റുകൾ സന്ദർശിക്കണം. ഇത് നല്ല കാര്യം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു 10 ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ 10 വർക്ക് എടുക്കുന്ന ഒരാൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ 10 രീതിയിലായിരിക്കും ചെയ്യും. അതൊരിക്കലും ശരിയായ രീതിയല്ല. 10 ആൾ വന്നു കഴിഞ്ഞാലും 10 എന്താ പറയുക വർക്ക് വരാൻ പാടില്ല. ഒരേ വർക്ക് വരാൻ പാടുള്ളൂ. അതിനാണ് കോഡുകളുണ്ട്. നാഷണൽ ഇലക്ട്രിക് കോഡ്, പ്ലംബിംഗ് കോഡ്, നാഷണൽ ബിൽഡിംഗ് കോഡൊക്കെ അതിനാണ് പറഞ്ഞത്. ഒരേ രീതിയിൽ ക്വാളിറ്റി എന്താ വേണമെന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ നേരെ പറഞ്ഞ വായപ്പിണ്ണിയുടെ കാര്യം കൂടി പറയുന്നുണ്ട്, ഇട്ട് വെക്കണം എന്നുള്ളത്. അത് ഈ പറഞ്ഞമാർക്ക് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നീട് സ്ലാബ് പൊട്ടിക്കുന്നത് അതൊക്കെ ഭയങ്കര ആ ഒരു വീടിന്റെ ഉറപ്പിനെ ബാധിക്കും. അതൊരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ലീക്ക് കാണാം. അപ്പം കൃത്യമായിട്ട് അവർ അടച്ചു പോയി കഴിഞ്ഞാലും അതിന്റെ ക്രാക്ക് പിന്നീട് വെളിവായിട്ട് വരും. അതിലൂടെ ലീക്ക് വരും. അത് നമ്മളെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ പഴയ വീട്ടിൽ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പൈപ്പ് ഇറക്കിയ സ്ഥലത്തായിരിക്കും ലീക്കേജ് വരാനുള്ള ഒരു കാരണമായിട്ട് വരുന്നത്. പിന്നെ വന്നിട്ടുള്ളതാണ്, ഈ കമന്റ് വായിക്കാതെ നിങ്ങൾക്ക് ഈ അനുഭവം ഇതുണ്ടാവും. അവസാനത്തെ വീട് പണി കഴിഞ്ഞ അവസാനത്തിൽ ഇലക്ട്രിക്കൽ പ്ലംബിങ്, അതിൽ പ്ലംബിംഗ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് ബാക്കി വരുന്ന ഒരു കാര്യം. അത് ഒരുപാട് ലൈക്കും കിട്ടിയിട്ടുണ്ട്. അതായത് പറഞ്ഞവർക്ക് ഒരുപാട് ആൾക്കാരും അതേപോലത്തെ കമന്റുകൾ വന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് കമന്റ് വന്നതിൽ കൂടുതൽ വന്നതാണ്. ആവശ്യമില്ലാതെ ആദ്യം തന്നെ ഒരുപാട് മെറ്റീരിയൽ വാങ്ങുന്ന രീതി ശരിയല്ല. എന്നിട്ട് അവസാന ബാലൻസ് വരുന്ന തിരിച്ചു കൊടുക്കാൻ നടക്കണം. എന്റെ വീട് പണി സമയത്ത് ഒരു ചാക്ക് മെറ്റീരിയൽസ് ആണ് ബാലൻസ് വന്നത്. ഇങ്ങനത്തെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ച് കഴിഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു MEP ഡിസൈൻ, ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ആയാലും HVAC ആയാലും ഡിസൈൻ ചെയ്തിട്ട് എന്തെല്ലാം മെറ്റീരിയൽസ് വേണം എന്നുള്ളത് BOQ തയ്യാറാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇതിന്റെ അളവ് നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റും. കാരണം അത്രയും അക്യൂറായിട്ട് നമുക്ക് മെറ്റീരിയൽസ് എടുക്കാൻ പറ്റുന്നത്. എന്നാൽ ചെറിയ സാധനം ബാക്കി ഇനി വരുള്ളൂ വന്നാൽ തന്നെ. പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്, ഇലക്ട്രിക്കലും പ്ലംബിങ്ങും കൃത്യമായിട്ടുള്ള ഡ്രോയിങ് ഉണ്ടാക്കാനാണ്. നമ്മൾ പണ്ട് മുതലേ പറഞ്ഞ കാര്യമാണ് ഡ്രോയിങ് ഉണ്ടാക്കുക എന്നുള്ളത്. ഒരു MEP കൺസൾട്ടന്റ്, ഞങ്ങളെ പോലത്തെ ആരെങ്കിലും നല്ല MEP കൺസൾട്ടന്റിനെ കണ്ടിട്ട് നിങ്ങൾ ഒരു ഡ്രോയിങ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അതിൽ ഭാവിയിലോട്ട് വരുന്ന കാര്യങ്ങൾ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. CCTV ചിലപ്പോൾ ഇപ്പോൾ അവർ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പൈസന്റെ പ്രശ്നം കൊണ്ടൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈപ്പ് ഇട്ട് വെക്കാം. AC എല്ലാ റൂമിലും ചിലപ്പോൾ വെക്കുന്നുണ്ടാവില്ല. അത് ഭാവിയിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് പൈപ്പുകൾ ഇട്ട് വെക്കുക. അതിനുള്ള പൈപ്പ് കണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ ഈ പറഞ്ഞമാർക്ക് വെട്ടിപ്പൊളിക്കാതെ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് അദ്ദേഹം പറഞ്ഞ വളരെ പോയിന്റ് ഉള്ള കാര്യം കേട്ടോ. അടുത്തത് കുറച്ച് കമന്റ് ആണ്. ഞാനത് വായിക്കുന്നില്ല, ചുരുക്കി പറയാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് തറയുടെ മുന്നേ തന്നെ ആവശ്യമുള്ള പൈപ്പുകൾ ഇട്ട് വെക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇതാണ് കേട്ടോ, കമന്റ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട് ചിലപ്പോൾ ചുറ്റി വളഞ്ഞ് പൈപ്പ് കൊണ്ടുപോയി വരും. അപ്പോൾ ഇതിന്റെ പ്രശ്നം വെച്ചാൽ, ഇത്രയും ചുറ്റി വളഞ്ഞ് കൊണ്ടാണ് ലേബർ ചാർജും മെറ്റീരിയൽ കോസ്റ്റും. അതിന്റെ പുറമെ തന്നെ നമ്മുടെ സെപ്റ്റി ടാങ്ക് അല്ലെങ്കിൽ വേസ്റ്റ് കുഴിയിലോട്ടൊക്കെ എത്തുമ്പോൾ അതിന്റെ സ്ലോപ്പ് പിടിച്ച് വരുമ്പോൾ ആ കുഴിയുടെ ഒരുപാട് ഭാഗം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഉപകാരപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മൾ വീട് പണിയ സമയത്ത് തന്നെ അത് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കുറെ കമന്റുകൾ തന്നെയാണ്. പൈപ്പുകളൊക്കെ ഇട്ട് വെക്കാം. അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പ്, ഞാൻ മുന്നേ പറഞ്ഞു, മുകളിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പ് നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യാൻ അത് കൺസൾട്ട് ചെയ്ത് ഉപയോഗിക്കാം. അത് ചെയ്യാൻ പറ്റും, കൺസൾട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. സ്ട്രക്ചറൽ എഞ്ചിനീയറായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എവിടെയെങ്കിലും അവർക്ക് 4 ഇഞ്ചൊക്കെ വരുമ്പോൾ ആകെ നമ്മുടെ വീടിന്റെ
ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ച് പോകുമ്പോൾ അവിടെ എക്സ്ട്രാ പറഞ്ഞ കോൺക്രീറ്റോ അല്ലെങ്കിൽ വേറെ ഇത് വാർക്കേണ്ടി വരും. അതൊന്ന് സ്ട്രക്ചർ എഞ്ചിനായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ആദ്യം തന്നെ പ്ലാൻ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരുപാട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കമന്റുകളാണ് ഇനി നെക്സ്റ്റ് ഒക്കെ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ഒറ്റ വീഡിയോയിൽ തീരില്ല. ഇത് നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റിലായിട്ട് ചോദിക്കുക, അടുത്ത വീഡിയോ ഞാൻ ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റായി രേഖപ്പെടുത്തുക. ഇതിൽ ഞാൻ ഒറ്റ ഇൻസൈറ്റ് പറയാം, എനിക്ക് തോന്നിയ കാര്യം, അതായത് ഇത്രയും കമന്റുകൾ വായിച്ചിൽ പറഞ്ഞ കാര്യം വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നല്ല കോൺട്രാക്ടർ തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും വായിച്ചു തന്നെ. ഇനി വരുന്ന കമന്റുകളാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം അടുത്ത വീഡിയോക്ക് വേണ്ടിയിട്ട്.